കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി സീതയോടൊപ്പം മറ്റൊരാളെയും കൂടി സ്വീകരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ രാമൻ സമ്മതിക്കുമായിരുന്നോ? ഇവിടെ ഇപ്പൊ നടക്കുന്നതും അതൊക്കെ തന്നെയാ. ഇവിടെ ഒരു സീതയുള്ളിടത്തോളം ദേവേട്ടൻ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല അമ്മായി. അതും ശരിയാ. ആ സീതാദേവിയുടെ സ്ഥാനം നീ നേടിയെടുക്കണം മാളവികൻ. കൊട്ടാരം വീട്ടിൽ അനന്തരാവകാശി നിന്റെ വയറ്റിൽ നിന്നും ജനിക്കണം. അത് സംഭവിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാ. അമ്മായി നിക്കമ്മായി, ദേവേട്ടനോട് അമ്മായി ഒന്നും പറയല്ലേ. ദേവേട്ടൻ ഇതിൽ നിസ്സഹായനാണെന്ന് ഓർക്കണം. പതുക്കെ പതുക്കെ ഞാൻ തന്നെ ദേവേട്ടനെ മാറ്റിയെടുത്തോളാം. ഇല്ല മോളെ, ഒത്തിരി കാലം നമുക്ക് ഇതിനു വേണ്ടി കാത്തിരിക്കാനും ആവില്ല. ഇപ്പൊ തന്നെ സമയം ഒരുപാട് കടന്നു പോയിരിക്കുകയാണ്. ആര് വിചാരിച്ചതിന് പരിഹാരം ഉണ്ടാവുമെന്ന് ഇപ്പൊ എനിക്കറിയാം മോളെ. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അമ്മായി 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 പൊട്ടത്തി കിളവി. കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോളൂ. ഏതായാലും ഈ വിശ്വാസം എനിക്ക് അനുകൂലാക്കി ഞാൻ എടുത്തോളാം. വൈദേഹി, എന്നെ നീ നിഷ്പ്രയാസം കൈകാര്യം ചെയ്തു. ഇപ്പതേ അമ്മായി നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുക. അമ്മായിയെ നീ എങ്ങനെ കൈകാര്യം ചെയ്യൂന്ന് എനിക്കൊന്ന് കാണണം. എന്താമ്മേ, എന്താ ഇങ്ങോട്ട്? എന്താ അമ്മയ്ക്ക് വേണ്ടേ? ചായ ഉണ്ടാക്കി തരട്ടെ? നിക്ക് 2 മിനിറ്റ്. അയ്യോ, ഞാൻ ചോദിക്കുന്നത് എന്ത് നിനക്ക് തരാൻ പറ്റുമോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അമ്മയ്ക്ക് എന്ത് വേണമെന്ന് പറഞ്ഞോ? എനിക്ക് വേണ്ടത് കൊട്ടാരം വീട്ടിലെ ഒരു അനന്തരാവകാശിയാ. കഴിയോ നിനക്ക്? എന്നുവെച്ചാ? പക്ഷെ അത് നിന്നിലൂടെ ആയിരിക്കരുതെന്ന് നിർബന്ധം കൂടിയുണ്ട് എനിക്ക്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്നും എന്റെ മനസ്സിൽ എന്താണെന്നും നിനക്ക് വ്യക്തമായിട്ടറിയാം. ഇനി അതൊന്നും പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിന്നിലൂടെ അല്ലെങ്കിൽ ദേവന്റെ സന്തതി ആരിലൂടെ ജനിക്കുമെന്നായിരിക്കും നിന്റെ ചിന്ത. ഞങ്ങളുടെ അനന്തരവൾ മാളവിക. ആ ആഗ്രഹത്തിന്റെ പേരിലാ അവരുടെ ആദ്യ രാത്രിക്ക് ഞാൻ ഒരുക്കങ്ങൾ നടത്തിയത്. പക്ഷെ അത് നടക്കാതിരിക്കാൻ കാരണം നീയാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിൽ എന്താ വൈദേഹി? എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്റെ മകൻ നിന്റെ ഭർത്താവാണെന്നത് ശരിയാ. പക്ഷെ നിന്നേക്കാളും മുമ്പേ ചെറുപ്പത്തിലെ ദേവൻ അവളെ കല്യാണം കഴിച്ചതാന്ന് പറഞ്ഞില്ലേ നിന്നോട്? നിന്നോടൊപ്പത്തിനൊപ്പം എല്ലാ അവകാശങ്ങളും മാളവികയ്ക്കുമുണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. എന്നിട്ട് എന്തിനിങ്ങനെ തടസ്സം നിൽക്കുന്നേ? അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? മതി. ഈ തർക്കുത്തരം പറച്ചിൽ ആദ്യം നിർത്തേണ്ടത്. പറയുന്നത് മുഴുവൻ കേൾക്കാൻ നോക്ക്. ആവശ്യമില്ലാതെ ഒന്നിലും ഞാൻ ഇടപെടാറില്ലല്ലോ. പക്ഷെ നീ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയാ. മാളവികയെ ദേവൻ ഭാര്യയായി അംഗീകരിക്കാതിരിക്കുന്നതിനുള്ള കാരണം നീ മാത്ര വൈദേഹി. സത്യമല്ലേ?
ഇത്രയും കാലം പറഞ്ഞത് തന്നെയാ ഇനിയും എനിക്ക് പറയാനുള്ളത്. ഈ വീട്ടിലെ മരുമകളുടെ സ്ഥാനം നിന്നീന്ന് ആരും തട്ടിപ്പറിക്കില്ല. എന്നാ എന്റെ അനന്തരവള് മാളവിക ഈ വീട്ടിലെ മരുമകളാവാൻ പാടില്ലെന്ന് നീ തീരുമാനിക്കാറായില്ല വൈദേഹി. അങ്ങനെ ചെയ്ത എനിക്ക് മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വരും. എന്റെ അമ്മ ഇങ്ങനെ എന്തിനൊരല്പം പോലും ദയയില്ലാത്ത രീതിയിൽ എന്നോട് പെരുമാറുന്നേ? അതെന്താ, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനാവില്ലേ? ദേവേട്ടന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരാനുള്ള യോഗ്യത എനിക്കില്ലേ? യോഗ്യതയില്ല വൈദേഹി. ഒരു യോഗ്യതയുമില്ല. നിനക്കതിന് ഒരിക്കലും ആവില്ല. കാരണം നീ ഒരു അനാഥയാണ്. നിന്റെ ചോര ഏതാണെന്നോ കുലവോ ഗോത്രോ ഏതാണെന്നോ നിനക്കറിയോ? ഏത് വൃത്തികെട്ട ബീജസന്തതി എത്ര വട്ടം നിന്നോട് പറഞ്ഞു? വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചാലേ നിനക്ക് തൃപ്തിയാവൂ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു അനന്തരാവകാശി നിന്നിൽ നിന്നുണ്ടാവരുതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. അതുകൊണ്ട് തന്നെ നിന്നെ മരുമകളായി സ്വീകരിക്കാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്റെ മോൻ എന്നിൽ നിന്നും അകന്നു പോകുന്നുള്ളൊരൊറ്റ പേടികൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നേ. അതല്ലാതെ നിന്നിൽ നിന്ന് കൊട്ടാരം വീട്ടിലെ സന്തതിയെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇനി നിനക്കൊരു കുഞ്ഞ് ജനിച്ചാലും കൊട്ടാരം വീട്ടിൽ അനന്തരാവകാശി പോയിട്ട് അതിനെയൊന്നും തൊടാൻ പോലും എന്റെ മനസ്സ് അനുവദിക്കില്ല വൈദേഹി. അങ്ങനൊരു സന്തതി ഈ വീട്ടിൽ ജനിച്ചാൽ അന്ന് ഞാൻ ഈ വീട് ഉപേക്ഷിച്ചു പോകും. ഞാനിത് നിന്നോട് അവസാനായിട്ട് പറയാ. മാളവിക മാത്രമാണ് കൊട്ടാരം വീട്ടിലെ ദേവന്റെ ഭാര്യ. അവർക്ക് മാത്രമേ കുഞ്ഞ് ജനിക്കാവൂ. ഇനി അവൾക്ക് തടസ്സം നിൽക്കാൻ ശ്രമിച്ചാ പിന്നെ നീ ഉണ്ടാവില്ല. ഇത് താക്കീതായോ ശാസനയായോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് ചിന്തിക്കാം. ജീവിതം ഇവിടെ തീർന്നു. ദേവേട്ടൻ എന്റെ ജീവനാണെങ്കിലും എനിക്കൊരിക്കലും ഈ വീട്ടിലെ ജോലിക്കാരിയുടെ സ്ഥാനം പോലും കിട്ടില്ലെന്നർത്ഥം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ കഴിയില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ എങ്ങനെയുണ്ട്? പറയണ്ട ആളെ കൊണ്ട് പറയിപ്പിച്ചാ നീ അടങ്ങൂന്ന് എനിക്കറിയായിരുന്നടി. ഇനി നിന്റെ ചാട്ടമൊക്കെ ഇതോടെ തീരും.
കരയടി, നെഞ്ചത്തടിച്ച് കരയി. നീ എന്നെ കുറെ ആയില്ലേ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഇനി അങ്ങോട്ട് നിന്റെ കഷ്ടകാലാടി. എന്റെ കാലിന്റെ ചുവട്ടിലിട്ട് നിന്നെ ഞാൻ ചവിട്ടി അരയ്ക്കും. Yeah, okay. I'll be there. Fine. കാപ്പി എടുത്തോ ദേവേട്ടാ. എന്തു പറ്റി വൈദേഹി? എനിക്കെന്ത് പറ്റാനാ? ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്കി. ഇല്ലാത്ത ചിരി വെറുതെ ഉണ്ടാക്കണ്ട. ചുണ്ടത്ത് മാത്രം നീ കാണിക്കുന്ന ഈ ചിരി ഉണ്ടല്ലോ, അത് അകത്തില്ലാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഉള്ളിലെ വിഷമം ഈ കണ്ണുകളിൽ കാണാൻ പറ്റും. നീ എന്താ എന്നെ ഇന്ന് ഒളിപ്പിച്ചു വെക്കുന്നേ? എന്താ നിന്റെ വിഷമം? എന്നോട് പറയടോ. അച്ഛനോടും അമ്മയോടും എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ നീ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? നേരം വെളുക്കുന്ന വരെ നിനക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? ദേവേട്ടന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരാനുള്ള യോഗ്യത എനിക്കില്ലേ? യോഗ്യതയില്ല വൈദേഹി. ഒരു യോഗ്യതയുമില്ല. നിനക്കതിന് ഒരിക്കലും ആവില്ല. കാരണം നീ ഒരു അനാഥയാണ്. ഒന്നുമില്ല ദേവേട്ടാ, കാലത്തൊട്ട് ചെറിയൊരു തലവേദന പോലെ. ഇവിടെ ഇരിക്ക. ഇനി സത്യം തുറന്നു പറ. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു തലവേദനയാന്ന്. ഇങ്ങനെ ഇല്ലാത്ത ചിരിയൊന്നും മോൾ ഉണ്ടാക്കാൻ നോക്കണ്ട. ദേവേട്ടാ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമൊന്നുമില്ല. സത്യത്തിൽ എനിക്കിപ്പോ സന്തോഷോ. സന്തോഷാണോ? ഇതിനെയാ സ്മൈൽ എന്ന് പറയാ? എന്നാ അയ്യോടാ, ഇങ്ങനെയും ചിരിക്കാനൊക്കെ പറ്റുമല്ലേ? ആത്മാർത്ഥതയുള്ള സ്മൈൽ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. നിന്നെ എങ്ങനെ ചിരിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ മോളെ. നിന്നെ ഇന്ന് മനസ്സ് തുറന്ന് ചിരിപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ. ദേവേട്ടാ, വേണ്ട ദേവേട്ടാ, വിട്. അയ്യോ, വിടന്നെ. അയ്യോ, അതേ തൊട്ട്.
ഇതാണ് മനസ്സ് തുറന്നുള്ള ചിരി. കണ്ടോ, ഇപ്പൊ നിന്റെ മുഖത്തിന് തന്നെ ഒരു തെളിച്ചം വന്നു. എന്നും നീ ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കണമെന്ന് എന്റെ ആഗ്രഹം. എന്നും ഈ ചിരി കാണുന്നതാ എന്റെ സമാധാനം. അമ്മായി പറഞ്ഞതൊന്നും ഇവളുടെ തലേ കേറിയില്ലേ? അവനുമായിട്ട് കൊഞ്ചിക്കുഴയുന്നു. വേണ്ട. ആ വൈദേഹി, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നേരം വെളുത്ത് എക്സസൈസും യോഗയും ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു 100 വർഷത്തോളം ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും നമുക്ക്. എങ്ങനെയാന്നൊക്കെ ചോദിച്ചാ, പനിനീർ പുഷ്പം പോലെ നനുത്ത ചുണ്ടുകളുള്ള പെൺകുട്ടിയെ ദിവസവും കിസ് ചെയ്താൽ മതി അത്രേ. ദീർഘായുസ് കിട്ടുന്ന പറയുന്നത്. നിനക്കറിയില്ല പെണ്ണെ, നിന്റെ ഈ ചുണ്ടുകളുണ്ടല്ലോ, പനിനീർ പുഷ്പത്തെക്കാളും നനുത്തതും മധുരമുള്ളതുമാ. അതുകൊണ്ട് ഞാനിപ്പോഴേ ഒന്ന് വിടുന്നുണ്ട് ദേവേട്ട. ആരെങ്കിലും കാണും, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ മുറിക്കകത്ത് എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഉമ്മ കൊടുത്ത ആർക്കെന്ത് ചേതം? ഇനിയിപ്പൊ ആരെങ്കിലും ഇതൊക്കെ കണ്ടാലുണ്ടല്ലോ ചങ്ക് പൊട്ടിച്ചാവും. അല്ലെങ്കിൽ നമ്മുടെ ഈ സ്നേഹം കണ്ട അസൂയ വന്നിട്ട് അവരുടെ തല പൊട്ടിത്തെറിച്ചോളൂ. അങ്ങനെ അസൂയുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവര് കാണാൻ വേണ്ടിട്ടെങ്കിലും 100 ഉമ്മ തരാൻ ഞാൻ തയ്യാറാ. പെർമിഷൻ ഗ്രാൻഡഡ്. താങ്ക് യു സോ മച്ച് ഡാ. നിനക്ക് തന്ന ഡോസ് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ കൂട്ടിത്തരാം. 2 പേർക്കിടയിൽ വിള്ളലുണ്ടാക്കി ആ വിള്ളലിലൂടെ ഞാൻ കടന്നു കയറും. എന്നിട്ട് 2ന്റെ സന്തോഷം ഞാൻ തകർക്കും. ചേച്ചി തുണി കൊണ്ടുണ്ടോ? വരുന്നു രാഘവ. അമ്മേ ഒന്ന് വേഗം വായിച്ചേ. എന്ത് ചൂടാ പുറത്ത്. ഇന്നലെ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലായിരുന്നോ? എന്താ താമസിച്ചേ? അതിപ്പോ എന്താന്നാ പറയാ, ചൂടുകാലല്ലേ ചേച്ചി. തുണികളൊക്കെ അലക്ക് കുറവല്ലേ. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളു ചേച്ചി. എണ്ണി നോക്കി. എത്രയായി? മൊത്തം 352 രൂപ. ഇതാ. അമ്മോ 500 നോട്ടാ. എന്റെ ഒരു ചില്ലറൊന്നുമില്ല ചേച്ചി. സാരല്ലേ രാഘവ, വെച്ചോ. ശരി ചേച്ചി. എന്നാ ഞാൻ പോട്ടെ ചേച്ചി. ഒന്ന് നിന്നേ. എന്താ ബാക്കി കാശ് ഏത് വകുപ്പിലാ? ചെയ്ത ജോലിക്ക് കൂലി വാങ്ങിച്ച പോരെ? അത് ചേച്ചി ചില്ലറ ഇല്ല ചേച്ചി. കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നല്ലേ. ചില്ലറ ഇല്ലെന്ന് പറഞ്ഞ പിന്നെ ബാക്കി എവിടെയെന്ന് ആരും ചോദിക്കില്ലെന്ന് നിനക്കൊക്കെ അറിയാം. അങ്ങനെയൊന്നും പറയരുത്. രാഘവൻ അങ്ങനെയുള്ള ആളല്ല. 200 രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ
അടുത്ത ആഴ്ചത്തെ കണക്കിൽ അത് കുറച്ചേ പറയാറുള്ളൂ. നീ എന്താ ഇപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നേ? ഇവൻ എന്താ നിന്റെ ബന്ധുവോ മറ്റോ ആണോ? ഏയ്, ആ 500ന്റെ ബാക്കി ചില്ലറ ഇങ്ങെടുക്ക്. ഇന്നത്തോടെ നിന്റെ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. എന്നതാ കൊച്ചേ, എന്നതാ ഈ പറയുന്നേ? ഈ വീട്ടിൽ വരുമ്പോൾ വൈദേഹി കൊച്ച് ഇന്നേ വരെ എന്നോട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് കയറാൻ നീ ആരാ കൊച്ചേ? എന്ത് അധികാരത്തിലാ ഈ ചോദ്യം? രാഘവ, പിന്നല്ലാണ്ട് ചേച്ചി, എന്നൊക്കെയാ കൊച്ചു പറയുന്നത്? പാവങ്ങളാ, കേട്ടേ പറ്റൂന്നറിയാം. വൈദേഹി ചേച്ചി പറഞ്ഞതിന്റെ പേരിലല്ലേ ഞാൻ ഈ കാശ് മേടിച്ചേനെ. ഇവിടുത്തെ ചോറ് എന്ന് വളർന്നവളാ, അങ്ങനെ നന്ദിയോടൊന്നും കാണിക്കുകയല്ല. ഇച്ചിരി വിഷമമുണ്ട്. വൈദേഹി ചേച്ചി വലിയ കാര്യമായിട്ട് എനിക്ക് ആ കാശ് വന്നപ്പോ ഇടയ്ക്ക് ചോദിക്കാൻ ഇവരാരാ? ഈ വീട്ടിൽ അങ്ങനെ എന്താ അധികാരം അവർക്ക്? പണിക്കാരനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഞാൻ ആരാണെന്നോ? ശരിക്കും ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലേ? ഒന്നവിടെ നിൽക്കേ, ഇപ്പൊ ആരൊന്നും കേട്ടെ. ഞാൻ നോക്കിയിട്ട് ഒരു പിടിയും കിട്ടണില്ലല്ലോ. ആരത്? ഒരു ഇച്ചിരി അങ്ങോട്ട് തിരിഞ്ഞേ. ജനഗണമന പേര് എന്താ? ഹീറോയിന്റെ പേര്? അടിപൊളി കഥാപാത്രമായിരുന്നല്ലോ. ആള് പിടിക്കുക. മനസ്സിലായി മനസ്സിലായി. അയ്യോടാ, എന്റെ കയ്യിൽ മൊബൈലും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോ വെച്ചിട്ട് ഒരു സെൽഫി കൂടെ എടുത്തേനെ. വലിയൊരാള് വന്നേക്കണു. കണ്ടപാടെ തിരിച്ചതിനായിട്ട് നീ എന്നാ കൊച്ച വലിയ സിരിവാതിരി അങ്ങാനും ആണോ? ഞാൻ നിക്കറിടുന്ന കാലം പോലെ ഈ വീട്ടിൽ കൂടെ കയറി നടക്കണേ. ഈ വീട്ടിലുള്ള ഓരോരുത്തരും എനിക്കറിയാം. എന്റെ ഓർമ്മയില് കൊച്ചേ കൊട്ടാരം വീട്ടിലെ ഏതോ അകന്ന ബന്ധുവായിരിക്കുന്ന, അല്ലെങ്കിൽ കൊച്ച് അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലെയോ തെക്കേലെയോ വടക്കേലെയോ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ വല്ല വാടകയ്ക്കും താമസിക്കുന്ന കൊച്ചായിരിക്കും. അയലൊക്കാർക്കേ അവരവരുടെ പണിയൊക്കെ നോക്കിയാ പോലെ. വൈദേഹിയുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? ഞാൻ പറഞ്ഞില്ല അത് വേണ്ട. എന്റെ ചേരിക്കോട് അടിച്ച് പല്ല് കൊഴുകി ഞാൻ. മറ്റുള്ളവരോട് സംസാരിക്കുന്നുള്ള എന്റെ അടുത്ത് വേണ്ട. മാളവിക്കേ, എന്താ? കുറച്ചു നേരായി അവന്റെ തോന്നിയാസം പറച്ചില് തുടങ്ങിയിട്ട്. എന്നിട്ട് നീ അതെല്ലാം കണ്ടു നിന്ന് ആസ്വദിക്കുകയാണല്ലേടി? എനിക്കും ഈ വീടിനും തമ്മിലൊരു ബന്ധമില്ല, ഞാൻ വലിഞ്ഞു കയറി വന്നതാണ് എന്നൊക്കെ പറയുന്ന കേട്ട് നീ ചിരിക്കുന്നോ? എന്തുപറ്റി? എന്താ ഇവിടെ ഒരു ബഹളം? വാ അമ്മായി, ഇത് കണ്ടില്ലേ? 500 വാങ്ങിച്ചിട്ട് ചില്ലറ എന്താ തരാത്തേന്ന് ചോദിച്ചപ്പോ വായി തോന്നിയതൊക്കെ പറയുന്നു. അത് കേട്ട് ഇവിടെ ഒരാൾ ചിരിക്കുക. എന്താ കൊച്ചേ, ഞാൻ പറഞ്ഞത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ? കൊച്ചു പറഞ്ഞ കൂടെ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. കാര്യം ഞാൻ പറയാൻ കൗശല്യമേ. തേച്ചോണ്ട് വന്ന തുണിക്ക് മൊത്തം 352 രൂപയായി. വൈദേഹി ചേച്ചി 500 നോട്ട് എടുത്തു തന്നു. ചില്ലറ ഇല്ലെന്ന് പറഞ്ഞപ്പോ വെച്ചോളാൻ പറഞ്ഞു. ഉടനെ ഞാനെന്താ നിങ്ങളെ കളിപ്പിക്കുകയാണെന്ന് വെച്ച് എന്റെ നേരെ ചാടി കയറി വന്നേക്കുവാ.